Hi everyone. So ഇന്നത്തെ സെക്ഷൻ എന്നുള്ളത് 2021 റിവിഷൻ പോളിടെക്നിക്കിലെ 2021 റിവിഷൻ കരിക്കുലം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ സെമസ്റ്ററിലും 4 സെമസ്റ്ററാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ. സോ സെമസ്റ്റർ വൈസ് ഓരോ സെമസ്റ്ററിലെയും സബ്ജക്റ്റ് ഒന്ന് അനാലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് സെമസ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ കേസിൽ നമ്മൾ റിവിഷന്റെ സിലബസിന്റെ തന്നിരിക്കുന്നത് സിസ്റ്ററിന്റെ സൈറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ സിലബസിനെയും ഫസ്റ്റ് സെമസ്റ്ററിന്റെ കേസ് ഇവിടെയുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ 1 by 1 ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കേസിൽ നമുക്ക് സബ്ജക്ട്സ് കാണാം, കോഴ്സ് കോഡ് കാണാം, കോഴ്സിന്റെ കാറ്റഗറി കാണാം, ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ അത് ലെക്ചർ ആണോ, ട്യൂട്ടോറിയൽ ആണോ, പ്രാക്ടിക്കൽ ആണോ, ദെൻ ടോട്ടൽ മാർക്സ് എത്രയാണ് വേണ്ടത്, എക്സാം ടൈപ്പ് എങ്ങനെയാണ്, ഇവാലുവേഷൻ മോഡ് എങ്ങനെയാണ്, ക്രെഡിറ്റ് സ്കോർ എത്രയാണ്, ഇതൊക്കെ 1 by 1 ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് കൂടുതലായിട്ടും +2 ലെവലിൽ നിന്ന് വരുന്ന 10th ലെവലിൽ വരുന്ന കുട്ടികളാണ്. +2 ബേസ്ഡ് ആയിട്ട് സബ്ജക്റ്റ് ആണ് കൂടുതലായിട്ടും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടാവുക. ആകെയുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് എന്നുള്ളത് ഒരു ലാബാണ്, ഇൻട്രൊഡക്ഷൻ ടു IT സിസ്റ്റം ലാബ്. ഇതിൽ നമുക്ക് IT-യുടെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി വരുന്ന ഒരു പാർട്ടാണ്, ഒരു ലാബാണ് ഇൻട്രൊഡക്ഷൻ ടു IT സിസ്റ്റം ലാബ്. അത് കൂടാതെയുള്ള സബ്ജക്ട്സ് ഒക്കെയും ബേസിക് സയൻസിൽ വരുന്നതാണ്, മാത്സ് ആൻഡ് സയൻസിൽ വരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, കെമിസ്ട്രി, ഗ്രാഫിക്സ്. അതുപോലെ തന്നെ ഒരു ലാബ്സ് ആണ്, ഫിസിക്സിന്റെ ലാബ്, കെമിസ്ട്രി ലാബ്, വർക്ക്ഷോപ്പ്, ദെൻ സ്പോർട്സ് ആൻഡ് യോഗ. സോ ഒരു സബ്ജക്റ്റ് മാത്രമേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ളൂ. അത് ഇൻട്രൊഡക്ഷൻ ടു IT സിസ്റ്റം ലാബ്. 1008 ആണ് അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ദെൻ 1 hour ലെക്ചറും 2 hour പ്രാക്ടിക്കലുമാണ്. ടോട്ടൽ മാർക്ക് എന്നുള്ളത് 125 ആണ്. പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത് 2 ആണ്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റ് 1008ന്റെ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സോ ഇതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. സോ സെമസ്റ്റർ പീരീഡ് എന്നുള്ളത് 45 പീരീഡ്സ് ആണ് ഉള്ളത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ. സോ ഇതിന്റെ ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് സബ്ജക്റ്റ് നമുക്ക് ലാബ് പഠിക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബേസിക് നോളജ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. മാത്തമാറ്റിക്സിനെ കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡറി ലെവലിലൊക്കെ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന IT-നെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടായിരിക്കണം. ദെൻ അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ടോട്ട് ഇൻ സെക്കൻഡറി ലെവൽ ഫ്രം 8th to 10th സ്റ്റാൻഡേർഡ് വരെയുള്ള മാത്തമാറ്റിക്സിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണ. ദെൻ കോഴ്സിന്റെ ഔട്ട്കം, നമുക്ക് ഈ ഒരു കോഴ്സ്, ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് എന്തൊക്കെ അതിൽ നിന്ന്, ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടണം, എന്തൊക്കെ അറിയാൻ സാധിക്കണം, അത് കഴിഞ്ഞാൽ ഈ ഓരോ ഔട്ട്കംസും ആ കുട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കോഴ്സ് ഔട്ട്കംസ് ആണ്. ഫസ്റ്റ് വൺ എന്നുള്ളത്, യൂട്ടിലൈസ് ദ ബേസിക് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് എന്താണ്, ഇന്റർനെറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വെബ് ബ്രൗസർ, സെർച്ച് എഞ്ചിൻസ്, അതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് ഔട്ട്കം എന്നുള്ളത്, മേക്ക് യൂസ് ഓഫ് സ്റ്റാൻഡ് അലോൺ ആൻഡ് ക്ലൗഡ് ബേസ്ഡ് ഓഫീസ് ടൂൾസ് ടു പ്രിപ്പയർ ഡോക്യുമെന്റ്സ്, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് പ്രസന്റേഷൻ. സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ളതും യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓഫീസ് ടൂൾസ് നമ്മുടെ MS വേർഡ് ഒക്കെ പോലെ, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഒക്കെ പോലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് പ്രസന്റേഷൻ. ദെൻ തേർഡ് ഔട്ട്കം എന്നുള്ളത്, ഡെവലപ്പ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഫോർ സോൾവിങ് സിമ്പിൾ പ്രോബ്ലം. എന്താണ് അൽഗോരിതം? നമ്മുടെ ഒരു പ്രോഗ്രാമിംഗിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളൊരു ബേസിക് ലെവലായിട്ട് പഠിക്കുന്നതാണ് ഒരു അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഫ്ലോ ചാർട്ട്. അൽഗോരിതത്തിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. സോ ഇങ്ങനെ ഒരു അൽഗോരിതം എഴുതാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ്. അൽഗോരിതം എങ്ങനെ എഴുതാം, ഫ്ലോ ചാർട്ട് എങ്ങനെ എഴുതാം. ദെൻ അതിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. പൈത്തൺ ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഡെവലപ്പ് പൈത്തൺ പ്രോഗ്രാം ടു സോൾവ് സിമ്പിൾ പ്രോബ്ലംസ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 3 ഔട്ട്കം ആണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിന്റെ കേസിൽ കമ്പ്യൂട്ടർ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ മെയിൻ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ബേസിക് ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, various computer hardware components, ports, interface and related cables. Then identify operating system functions,
file, and directory management commands. Then third one, utilize web browsers, search engines, email, and other web portals for familiarizing internet. So ഇത് മൂന്നാണ് ഫസ്റ്റ് മോഡ്യൂൾ നമുക്കുള്ളത്. പറഞ്ഞു കമ്പ്യൂട്ടറിനെ കുറിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും ഇന്റർനെറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മോഡ്യൂള് നമുക്ക് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം, സ്പ്രെഡ്ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം, പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാം. അത് സ്റ്റാൻഡ് ലോൺ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടും ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് കാൽക്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, അതുകൂടാതെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ഓഫീസ് ടൂൾസ് ഉപയോഗിക്കാനും ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് പറയുന്നുണ്ട്. തേർഡ് മോഡ്യൂൾ എന്നുള്ളത് ഡെവലപ്പ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഫോർ സോൾവിംഗ് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോ അൽഗോരിതത്തിന്റെ കേസിലും ഫ്ലോ ചാർട്ടിന്റെ കേസിലും മെയിൻ ആയിട്ട് സീക്വൻസിങ്ങിന്റെ കേസ് വരുന്ന സമയത്ത് സീക്വൻസിങ് ആണ് പ്രോബ്ലം വരുന്നതെങ്കിൽ, സെലക്ഷന്റെ കേസിൽ, ഐട്രേഷന്റെ കേസിൽ, ഈ മൂന്ന് കേസിലും എങ്ങനെ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ ലാസ്റ്റ് മോഡ്യൂൾ, ദാറ്റ് ഫോർത്ത് മോഡ്യൂൾ, പൈത്തൺ പ്രോഗ്രാം ആണ്. സിമ്പിൾ ആയിട്ടുള്ള പൈത്തന്റെ പാർട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് മോഡ്യൂളിന്റെ ഒരു ഫസ്റ്റ് ഔട്ട്കമ്മിൽ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടും അരിത്തമാറ്റിക് എക്സ്പ്രഷനും മാത്രമാണ്. സെക്കൻഡ് കേസിൽ നമുക്ക് സെലക്ഷൻ ആണ്, if else, nested if statement, relational and logical operator. Then third outcome ആയിട്ട് iteration ആണ്, ലൂപ്സ് ആണ് വരുന്നത്. ദെൻ ഓപ്പൺ എൻഡഡ് പ്രോജക്ട്സും ആണ് ഈ ഒരു കേസിൽ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പൈത്തന്റെ ഒരു ബേസിക് ലെവൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലുള്ള ഒരേ ഒരു സബ്ജക്ട് എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു IT സിസ്റ്റം ലാബ് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. സോ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ ആ കുട്ടി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക്, ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാം, ദെൻ ഒരു പ്രോഗ്രാമിംഗ് അപ്രോച്ചിലേക്ക് വരികയാണ്. സെക്കൻഡ് സെമ്മിൽ നമുക്ക് ഒരു പേപ്പറും അതിന്റെ ലാബും മാത്രമേ ഉണ്ടാവാറുള്ളൂ, സാധാരണ സബ്ജക്ട് ഉണ്ടാവുള്ളൂ. ദെൻ തേർഡ് സെം മുതലാണ് നമ്മൾ കൂടുതലായിട്ടും സബ്ജക്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്ട്രീമിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകുന്നത്. ഇവിടെ മുതൽ നമുക്ക് കൂടുതലും ആ ഒരു സ്ട്രീമിലെ ടോപ്പിക്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിന്റെ കേസിൽ വരുന്നത്. താങ്ക് യു.